ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണിനോ. KTU BTech 2024 സ്കീം S1 എക്സാംസ് എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എക്സാമിനുള്ള, അതായത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിനുള്ള ഫൈനൽ പ്രിപ്പറേഷനിലായിരിക്കും, റിവിഷനിലൊക്കെ ആയിരിക്കും. അപ്പോൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സമയം ഞാൻ ഒരുപാട് കളയുന്നില്ല, പക്ഷെ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ എത്രയൊക്കെ പഠിച്ചാലും നമ്മൾ എങ്ങനെ ആ എക്സാം പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങൾക്ക് അത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. വൺ ബൈ വൺ ആയിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് തിങ് ഈസ് ടൈം മാനേജ്മെന്റ്. നിങ്ങൾക്ക് എക്സാമിന് എത്ര സമയമുണ്ടോ ആ സമയത്തെ നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം പാർട്ട് എ ആയിട്ടും പാർട്ട് ബിയും ആയിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിൽ പാർട്ട് എ നിങ്ങൾക്ക് 3 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പാർട്ട് ബി എന്ന് പറഞ്ഞാൽ കുറച്ച് മാർക്ക് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഓരോ ചോദ്യത്തിന്റെയും മാർക്ക് അനുസരിച്ച് നിങ്ങൾ ടൈം മാനേജ് ചെയ്ത് ആൻസർ എഴുതുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നമ്മളിപ്പം ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞ് അത് ഒരുപാട് എഴുതി അവിടെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. 3 മാർക്കിന്റെ ക്വസ്റ്റ്യന് 3 മാർക്കിന്റെ അത്രയും എഴുതി നിങ്ങൾ ആ ടൈം സേവ് ചെയ്യണം. എന്നിട്ട് കൂടുതൽ മാർക്കുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ അത്രയും ഇലാബറേറ്റ് ചെയ്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ടൈം മാനേജ്മെന്റിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തു, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിട്ട് നമ്മളത് ചിലപ്പോൾ ഒരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ആൻസർ വരുമ്പോഴാണ് അയ്യോ നമുക്ക് അതിന്റെ ആൻസർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് മാറിപ്പോയി എന്നൊക്കെ തോന്നുന്നത്. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ആ ചോദ്യത്തിൽ തന്നെ നമ്മൾ കുറേ സമയം നമ്മൾ വേസ്റ്റ് ചെയ്ത് അവസാനം നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയതുമില്ല, നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾക്ക് എഴുതാനുള്ള സമയവും കൂടെ നമ്മൾ അവിടെ കളയുന്ന കുറേ പേരുണ്ട്. അപ്പൊ ആ ഒരു കാര്യം ടൈം മാനേജ്മെന്റിൽ ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും നമ്മൾ എഴുതി തുടങ്ങുന്ന ഓരോ ചോദ്യം കഴിയുമ്പോഴും നമുക്ക് വാച്ച് നമ്മുടെ കയ്യിലുണ്ടാവും, എത്രയായി ടൈം, ഇനി നമുക്ക് എത്ര സമയമുണ്ട്, അപ്പൊ ആ സമയത്തിനുള്ളിൽ എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യണം. അപ്പൊ ഞാൻ ഓർഡർ ഓഫ് ആൻസറിങ്ങിനെ കുറിച്ച് അടുത്ത വേറൊരു പോയിന്റിൽ തന്നെ പറയാം. അപ്പൊ നമുക്ക് അത് കൂടെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എത്ര സമയം എക്സാം എഴുതാനുണ്ട് എന്നുള്ളതിനെ കുറിച്ച് എപ്പോഴും നിങ്ങൾ അലേർട്ട് ആയിരിക്കണം. അല്ലാതെ നമ്മൾ ടൈമിനെ കുറിച്ച് ഒരു ചിന്തയില്ലാതെ ഇങ്ങനെ നമുക്ക് വെറുതെ എഴുതി പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ മിസ്സാവും, വേണ്ടത്ര സമയം കിട്ടില്ല. കാരണം പല എക്സാമും കഴിഞ്ഞ് കുട്ടികൾ വരുമ്പോൾ പറയാറുണ്ട്, മിസ്സേ അറിയുന്ന കുറെ ആൻസേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ ടൈം കിട്ടിയില്ല. അപ്പൊ ടൈം കിട്ടിയില്ല എന്നുള്ളത് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല. കാരണം ഇത്ര സമയമാണ് നമുക്ക് പരീക്ഷ എഴുതാനുള്ളത് നമുക്ക് നേരത്തെ അറിയുന്ന കാര്യമാണ്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ആദ്യം തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് റീഡ് ഔട്ട്. അടുത്ത പോയിന്റിൽ പറയുന്നത് റീഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് അനലൈസ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയാൽ തന്നെ ആദ്യം അതൊന്ന് ഫുൾ ആയിട്ട് നമ്മളൊന്ന് സ്കാൻ ചെയ്യുക. ദാറ്റ് മീൻസ് നമ്മളുടെ കണ്ണുകൊണ്ട് നമ്മുടെ ബ്രെയിൻ കൊണ്ട് നമ്മളൊന്ന് സ്കാൻ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം ഒരു പാറ്റേൺ കിട്ടും. ചിലപ്പോൾ നല്ല ഈസി ആയിരിക്കും, ചിലപ്പോൾ മോഡറേറ്റ് ആയിരിക്കും, ചിലപ്പോൾ നല്ല ടഫ് ആയിരിക്കും. ഇനി ഇത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ടെൻഷൻ അടിക്കാനോ ഓവർ കോൺഫിഡൻസ് കാണിക്കാനോ നിൽക്കരുത്. നമ്മൾ ഒരു മോഡറേറ്റ് ലെവലിൽ ആയിട്ട് വേണം എക്സാം എഴുതുമ്പോൾ. ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് പറഞ്ഞ് നമ്മൾ ഓവർ കോൺഫിഡൻസ് കാണിച്ച് നമ്മൾ ആൻസർ എഴുതാൻ നിൽക്കരുത്. ഇനി ഭയങ്കര ടഫ് ആണെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രെസ് ആയിട്ടും എക്സാം എഴുതാൻ നിൽക്കരുത്. എങ്ങനെയാണെങ്കിലും കൂൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആൻസേഴ്സ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഒരുപാട് ടൈം നമ്മൾ എടുക്കേണ്ടി വരും, ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു അനാലിസിസ് നമ്മൾ ആദ്യം കൊണ്ടുവന്നിട്ട് വേണം, ആ ഒരു പ്രിപ്പറേഷനോട് കൂടി വേണം നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഓർഡർ ഓഫ് ആൻസറിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർഡർ ഓഫ് ആൻസറിങ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ ആൻസർ ചെയ്യുന്ന കുട്ടികളുണ്ട്. ഒന്നെന്ന് പറയുന്നത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ഓർഡർ ആണോ തന്നിരിക്കുന്നത് ആ ഓർഡർ ഫോളോ ചെയ്ത് പാർട്ട് എ ഫസ്റ്റ് എഴുതി പാർട്ട് ബി ഫസ്റ്റ് എഴുതി കൃത്യമായി ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് ആദ്യം മുതൽ അവസാനം വരെ എഴുതുന്ന കുട്ടികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല രീതി അത് തന്നെയാണ്. ഓക്കെ, കാരണം നമുക്ക് ഒരു നല്ല നീറ്റ് പ്രസന്റേഷൻ ഉണ്ടാവും. മാത്രമല്ല നമുക്ക് ഒരു ചോദ്യവും മിസ്സായി പോവില്ല, കാരണം നമ്മൾ കൃത്യമായ ഓർഡറിലാണ് ഇടുന്നത്. എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനും വളരെയധികം ഈസി ആയിരിക്കും. പക്ഷെ എപ്പോഴും നമുക്ക് അതിന് പറ്റണമെന്നില്ല. ചില കുട്ടികൾ ചെയ്യുന്ന ഒരു ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കൂടുതൽ മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതുക. അതായത് നമ്മൾ 3 മാർക്കിന്റെ പാർട്ട് എ വിട്ടിട്ട് പാർട്ട് ബി ഫസ്റ്റ് ആൻസർ ചെയ്യാം എന്നിട്ട് പാർട്ട് എ ചെയ്യാം എന്ന് വിചാരിക്കുന്നവരുണ്ട്.
അപ്പൊ അവിടെയും നമുക്ക് വലിയ പ്രശ്നമില്ല. നിങ്ങൾ പാർട്ട് ബി ഫസ്റ്റ് എഴുതി, അത് കൂടുതൽ മാർക്കുള്ളത് ഒക്കെ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് അവസാനം പാർട്ട് എയിലേക്ക് 3 മാർക്സിന്റെ വരുന്ന എഴുതുന്ന ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിലും അതിനകത്ത് തെറ്റ് പറയില്ല. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ചോദ്യങ്ങളും അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയാൽ മതി. ഇനി ഇതൊന്നുമല്ലാതെ അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം എഴുതുക എന്നുള്ള ഒരു രീതി ഫോളോ ചെയ്യുന്നവരുണ്ട്. അവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം ഫസ്റ്റ് ചിലപ്പോ പാർട്ട് ബിയിലെ മോഡ്യൂൾ 4 ആദ്യം എഴുതും, അതിനുശേഷം നോക്കുമ്പോൾ മോഡ്യൂൾ 2 എഴുതും, പിന്നെ പോയി പാർട്ട് എയിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതും. അങ്ങനെ നിങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ എടുത്ത് എഴുതുമ്പോൾ, സ്കാറ്റർ ചെയ്ത് എഴുതുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ചോദ്യങ്ങൾ ചിലപ്പോൾ വിട്ടു പോകാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് എഴുതാനോ ഒക്കെയുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, നമുക്ക് ഇത് ഒരുപാട് അനുഭവമുണ്ട്. നമ്മൾ പല പേപ്പേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറെ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്കിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എല്ലാ ചോദ്യങ്ങളും അറ്റംപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ റീചെക്ക് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയോ ആൻസേഴ്സ് ശരിയാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ ഒരു ഓർഡർ ഇല്ലാതെ ആൻസേഴ്സ് എഴുതുന്നവർ ഇത് നല്ല രീതിയിൽ ബാധിക്കാറുണ്ട്. പക്ഷെ ചില കുട്ടികൾ ഇതിൽ കാണുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറിയാവുന്ന ചോദ്യം ആദ്യം എഴുതി സേഫ് ആക്കുക എന്നുള്ള ഒരു പോയിന്റിലാണ് ചിലവർ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതിന് തെറ്റ് പറയുന്നില്ല, പക്ഷെ അതിന് ഇങ്ങനെ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് കൃത്യമായ ആ ഓർഡറിൽ തന്നെ ആൻസർ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് ആൻസറിങ് പാറ്റേണിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാലോ ഇത് ഒരു ടെക്നിക്കൽ എക്സാം ആണ്. ഇപ്പൊ ഏത് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും അപ്പോ വലിച്ചു വാരി എസ്സേ എഴുതിയത് കൊണ്ട് നമുക്ക് ഒരിക്കലും മാർക്ക് കിട്ടില്ല. ഓക്കെ, ഇപ്പൊ തിയറി സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ തന്നെ, ഇപ്പോ ഇലക്ട്രോണിക്സ് ആണ്, അപ്പോ അവിടെ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഡയഗ്രാം, DC പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കൃത്യമായി ബ്ലോക്ക് വരയ്ക്കുക, അതിന്റെ പോയിന്റ്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാം. അതേപോലെ പോയിന്റ്സ് ബുള്ളറ്റ്സും നമ്പേഴ്സും ഇട്ടിട്ട് നിങ്ങൾ എഴുതുക. അതേപോലെ ഫിഗേഴ്സ് വരയ്ക്കുന്നതാണെങ്കിൽ നീറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. നിങ്ങൾ വരയ്ക്കുന്ന ഫിഗർ എന്താണെന്നുള്ളത് താഴെ അത് കൃത്യമായി എഴുതുക. അതിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പൊ സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിൽ, വേറെ എന്തെങ്കിലും പാറ്റേൺ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും മാർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് കൃത്യമായി മാർക്ക് ചെയ്യാം. അപ്പൊ ഈ ഫിഗേഴ്സ് വരയ്ക്കാനുള്ള ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾ നീറ്റ് ആയിട്ട് ഫിഗർ വരച്ചാൽ തന്നെ നിങ്ങൾക്ക് അവിടെ മാർക്ക് വന്നു കഴിഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് എഴുതുന്ന പോയിന്റ്സ് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതാം. അല്ലാതെ വലിച്ചു വാരി ഒരു 4 പേജ് എസ്സേ എഴുതി വെച്ച് നമുക്ക് മാർക്ക് കിട്ടില്ല. കൃത്യമായിട്ട് ഞാൻ പറയാം, കൃത്യമായി നമ്മൾ പോയിന്റ്സ് തന്നെ അവിടെ എഴുതണം. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യൂണിറ്റ് എടുത്ത് എഴുതണം. യൂണിറ്റ് എഴുതാൻ മറന്നു പോയാൽ മാർക്ക് പോകും. ഞാൻ നമ്മൾ റിവിഷൻ വീഡിയോസിലൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഇപ്പൊ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, മെക്കാനിക്സോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ സിവിലോ ഏത് സബ്ജക്റ്റോ ആയിക്കോട്ടെ, നിങ്ങൾ യൂണിറ്റ് എഴുതാൻ മറക്കരുത് പ്രോബ്ലംസ് എഴുതുമ്പോൾ. പിന്നെ ചിലർ ചെയ്യുന്ന ഒരു കാര്യമാണ്, അതായത് സൈഡിൽ ചിലപ്പോൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കും, അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതുമ്പോൾ തെറ്റിച്ചു പോകും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കെയർലെസ് മിസ്റ്റേക്സ് വരുത്താതിരിക്കുക. അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മള് ആൻസർ, നമുക്കിപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു ആൻസർ എഴുതി അത് തെറ്റി, അപ്പോഴത്തേക്കും അത് അവിടെ വെട്ടി ഇവിടെ വെട്ടി അങ്ങനെയൊക്കെ ഒരു നീറ്റ് അല്ലാത്ത രീതിയിൽ നമ്മൾ ഒരിക്കലും പ്രസന്റ് ചെയ്ത്, നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സ്ട്രൈക്ക് ചെയ്യുക, അതിന്റെ താഴെ എടുത്ത് എഴുതുക. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഫിഗർ നമ്മൾ എഴുതുകയാണെന്ന് വിചാരിക്കുക, ഇപ്പോൾ 423 ജൂൾസ് എന്ന് നമ്മൾ ഒരു ആൻസർ എഴുതി, അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അയ്യോ അത് 423 അല്ല, ഒരു 523 ആയിപ്പോയി. അപ്പൊ ആ 4നെ ഇങ്ങനെ മാറ്റി അതിനെ ഇട്ട് 5 ആക്കാതെ അത് സ്ട്രൈക്ക് ചെയ്യുക. 423 സ്ട്രൈക്ക് ചെയ്തിട്ട് താഴെ നമ്മൾ കൃത്യമായിട്ട് 523 ജൂൾസ് കൃത്യമായി എഴുതി അത് അണ്ടർലൈൻ ചെയ്യുക. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു നീറ്റ് പ്രസന്റേഷൻ പ്രത്യേകിച്ച് പ്രോബ്ലംസിലൊക്കെ നമ്മൾ ചെയ്യുക. പിന്നെ പ്രോബ്ലംസ് ചെയ്ത് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന സ്റ്റെപ്സിന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്. അപ്പൊ ആ സ്റ്റെപ്സ് കൃത്യമായിട്ട് നിങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. പ്രോബ്ലം പേപ്പറിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു ഫാക്ടർ അതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ആൻസർ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ആണ് ഞാനിപ്പോ കൃത്യമായി പറഞ്ഞത്. പിന്നെ നമ്മള് ഒരു കാര്യം കൂടെ ഞാൻ അത് പ്രത്യേകം എടുത്തു പറയാനാണ്, നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം നിങ്ങൾ എഴുതാം. ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അറിയില്ല എന്നാൽ എനിക്ക് അറിയാവുന്നത് കുറെ അവിടെ എഴുതി വെക്കാം എന്ന് പറഞ്ഞ് മാർക്ക് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. എന്താണോ ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത് അതിനുള്ള ഉത്തരം മാത്രം എഴുതുക. അതായത് അതുമായി ഒരു ബന്ധമില്ലാതെ എന്തെങ്കിലും എഴുതി വെച്ചിട്ട്
കാര്യമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മാർക്ക്, അത് ഞാൻ ആദ്യമേ പറഞ്ഞു, എത്ര മാർക്കിന്റെ ചോദ്യമാണോ, ഇപ്പൊ 3 മാർക്കിന്റെ ചോദ്യമാണ്. ഇപ്പൊ ഹാഫ് വേവ് റെക്ടിഫയറിനെ കുറിച്ച് ചോദിച്ചു, അപ്പൊ റെക്ടിഫയറിനെ കുറിച്ചും അതിലെ ടൈപ്സിനെ കുറിച്ചും ഹാഫ് വേവിനെ കുറിച്ചും ഫുൾ വേവ്, ഇപ്പൊ 3 മാർക്കിന് ജസ്റ്റ് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ വർക്കിംഗ് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ വലിച്ചു വരി നമ്മൾ എഴുതേണ്ട കാര്യമില്ല. അപ്പൊ എത്ര മാർക്കിനാണോ ചോദ്യം അതിന് മാത്രം എഴുതാം. പിന്നെ കമ്പയർ എന്നോ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്യൂഷനോ ഡിഫറൻഷിയേറ്റ് എന്നോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആവുന്നതും രണ്ട് ടേബിൾ വരച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, ടൈം മാനേജ് ചെയ്യുക, എല്ലാ ചോദ്യങ്ങളും വായിച്ചു എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ചിലർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഓർ ക്വസ്റ്റ്യൻസ് എഴുതുക. അതായത് നമുക്ക് 2 ചോദ്യം ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാൻ പറഞ്ഞാൽ 2 എഴുതിയാൽ മാർക്ക് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഇത് പേപ്പർ നോക്കുന്നവർക്ക് കൃത്യമായിട്ട് ഓരോ ചോദ്യത്തിനും മാർക്ക് ഇടാനുള്ള ആ ഒരു പ്രൊവിഷനേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ വെറുതെ ഓർമ്മ എഴുതി നിങ്ങളുടെ സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ആയിട്ട് റീഡ് ചെയ്യുക, തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി വായിക്കുക, ഏതാണ് ഫുൾ ആയിട്ട് ആൻസർ ചെയ്യേണ്ടത്, ഏതാണ് ഓർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഫുൾ ആയിട്ട് റീഡ് ചെയ്യുക, എന്നിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓർഡർ ഓഫ് ആൻസറിങ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഓപ്ഷൻ ആണ് എങ്ങനെ എഴുതണം എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷെ എപ്പോഴും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് കൃത്യമായ ഓർഡറിൽ എഴുതുക എന്നുള്ളതാണ്. ആൻസർ ചെയ്യുന്ന സമയത്ത് ഹൈലൈറ്റ് ചെയ്യാനും ബുള്ളറ്റ് ചെയ്യാനും ഫിഗേഴ്സ് വരയ്ക്കാനുള്ള ശ്രദ്ധിക്കുക, ഇവിടെ എടുത്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ആൻസേഴ്സും എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നും കൂടെ ചെക്ക് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ടൈമും കൂടെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് വേണം ആൻസർ എഴുതാൻ. എത്ര മാർക്ക് ആണോ എന്ന് നോക്കിയിട്ട് ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ആൻസർ ചെയ്ത് നമുക്കൊരു എക്സാം എഴുതി ഒരു പകുതിയൊക്കെ സമയമാകുമ്പോഴത്തേക്കും ചിലർക്ക് വരുന്ന ഒരു പ്രശ്നമാണ് വല്ലാതെ സ്ട്രെസ് ആവുക. കാരണം നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റിയില്ല, ഇനി പകുതി സമയം കഴിഞ്ഞു, കുറെ ചോദ്യങ്ങൾ എഴുതാൻ പറ്റില്ല, അങ്ങനെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല അല്ലെ. ആ എക്സാമിന്റെ ആ ഒരു ടൈം നമ്മൾ ടെൻഷൻ അടിക്കാനുള്ള ടൈമില്ല. നമുക്ക് എഴുതാൻ പറ്റിയില്ലയോ വേണ്ട, പറ്റുന്ന സമയത്ത് അറിയാവുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. അതിനുശേഷം പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ എത്ര നന്നായി പഠിച്ചാലും ആ ഒരു സമയം എക്സാം എഴുതുന്ന സമയത്ത് നമ്മുടെ പെർഫോമൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഏറ്റവും റിലാക്സ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ എനിവേ ഇനിയുള്ള ദിവസങ്ങള് ക്രൂഷ്യൽ ടൈം ആണ്, മാക്സിമം പഠിക്കുക, മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെക്കുക, പഠിക്കാനായിട്ട് കൂടുതൽ സമയം നിങ്ങൾ വിനിയോഗിക്കുക, ഫൈനൽ റിവിഷൻ കൃത്യമായി ചെയ്യുക. എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഹാൾ ടിക്കറ്റ്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ കാൽക്കുലേറ്റർ, ബാക്കിയുള്ള എന്താണോ പെൻസിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ ക്യാരി ചെയ്യുക. അല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് ആ സമയത്ത് അത് വാങ്ങിച്ച് എഴുതുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടാക്കാതെ നമുക്ക് വേണ്ടതെല്ലാം തലേ ദിവസം തന്നെ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വെച്ച് എക്സാം എഴുതാൻ പോവാ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം. താങ്ക് യു.